ഇവിടെ നിങ്ങൾ നോക്കുക, ഈ മുറ്റത്തേക്ക് വണ്ടി കയറ്റി ഇടണം, അതേപോലെ തന്നെ വണ്ടി ഇവിടെ നിന്നും ഇറക്കുകയും വേണം. എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇവിടെ ഒരു കർവ് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഈ ഗേറ്റിലൂടെയാണ് വണ്ടി കയറ്റേണ്ടതും ഇറക്കേണ്ടതും. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. എറണാകുളത്തെ ഒരു വീട്ടിൽ വണ്ടി കയറ്റുന്നതും ഇറക്കുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണിത്. അല്ലെങ്കിൽ വണ്ടി അവിടെ എവിടെയും തട്ടാനും മറിസാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. വണ്ടി അകത്തോട്ട് കയറ്റുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് കയറ്റുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും സ്പീഡാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ചിൽ പതിയെ എടുക്കുക. എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ ഷോൾഡർ ലെവൽ കറക്റ്റായിട്ട് ഈ ഒരു പില്ലറിന് വരുന്ന സമയത്ത് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തുകൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക. ഇതേപോലെയാണ് എടുക്കേണ്ടത്. എടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു തൂണുണ്ട്. ആ തൂണിന് തട്ടാതെ മുമ്പോട്ടേക്ക് എടുക്കണം. വണ്ടി ഇപ്പോൾ മുൻപോട്ടേക്ക് എടുക്കുന്നുണ്ട്. സൈഡ് കൃത്യമായി നോക്കി വളരെ മെല്ലെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോക്കി പതിയെ എടുക്കുക. ഈ ഒരു കർവ് തിരിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, വണ്ടി പാരലായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ടയർ സ്ട്രെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പാരലായി എന്ന് മനസ്സിലാക്കുന്നത്. രണ്ട് സൈഡും നിങ്ങൾ ശ്രദ്ധിക്കുക. വീടിൻ്റെ ചുമര് നിങ്ങൾ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാരലായി എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത്. റിവേഴ്സ് പതിയെ എടുക്കണം. പതിയെ എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നീട് ഫ്രണ്ടിലേക്ക് കയറ്റാനാണ് പോകുന്നത്. ഈ ഒരു ഗേറ്റിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ബാക്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. ഈ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് വണ്ടിയുടെ ബാക്ക് കയറ്റണം. അങ്ങനെ കയറ്റിയിട്ട് മാത്രമേ നമുക്ക് റിവേഴ്സ് എടുത്ത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഈ ഒരു കോർണർ പ്രത്യേകം ശ്രദ്ധിക്കണം. പടിയുടെ കോർണർ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ഇനി ഇവിടുന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, വണ്ടി എങ്ങോട്ടേക്ക് തിരിക്കണം. നമുക്കറിയാം വണ്ടിയുടെ റൈറ്റ് സൈഡ് എങ്ങോട്ടാണ് പോകേണ്ടത്, റൈറ്റിലേക്കാണ് പോകേണ്ടത്. സ്വാഭാവികമായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കണം? റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കണം, അല്ലേ? അപ്പോൾ റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഫുള്ളായിട്ട് തിരിക്കും. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പോയിട്ട് എവിടെ തട്ടും? ഈ ഒരു തൂണിനൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സൈഡിനൊക്കെ തട്ടിപ്പോകും. അപ്പോൾ ഫുള്ളായിട്ട് റൈറ്റ് തിരിച്ചൊരിക്കലും വണ്ടി എടുക്കരുത്. എങ്ങനെ എടുക്കണം? കുറേശ്ശെ റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡാണ്. അതൊരിക്കലും ഈ ഒരു തൂണിന് തട്ടാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ വണ്ടി ബാക്കിലേക്ക് എടുക്കേണ്ടത്. പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. നോക്കി നിങ്ങൾ പതിയെ എടുക്കുന്നു. ഇവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. മിററുകൾ കൃത്യമായിട്ട് നോക്കുക. അതേപോലെ തന്നെ പതിയെ വണ്ടി എടുക്കുക. മിറർ കൃത്യമായിട്ട് നിങ്ങൾ ടയർ കാണുന്ന പോലെ സെറ്റ് ചെയ്യണം. ആ ഒരു ടയർ നോക്കിക്കൊണ്ടായിരിക്കണം എടുക്കേണ്ടത്. ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടില്ലേ? ആ ഗ്യാപ്പ് കൃത്യമായിട്ട് രണ്ട് മിററിലൂടെയും കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. സെൻറ്റർ മിററും കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ റൈറ്റ് മിററിൻ്റെ ഉള്ളിലൂടെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോർണർ കാണാൻ കഴിയും. ഈ ഒരു പടിയുടെ കോർണർ കണ്ടില്ലേ? ആ കോർണർ കൃത്യമായിട്ട് മിററിലൂടെ കാണാൻ കഴിയും. അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് വണ്ടി ഇപ്പോൾ റിവേഴ്സ് എടുക്കുന്നത്. പതിയെ റൈറ്റിലേക്ക് തിരിച്ചിട്ടെടുക്കുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് എങ്ങനെയുണ്ട്. ഈ ഒരു ഭാഗം നോക്കണം, ഇത് മുട്ടാതെ പോകണം. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? കൃത്യമായിട്ട് അത് പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ മുട്ടില്ല എന്ന് ഉറപ്പായി ഒരു ഗ്യാപ്പ് അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇതാണ് പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് റൈറ്റിലേക്ക് ഫുള്ളായിട്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഈ ഒരു തൂണിന് വരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. നമ്മൾ റൈറ്റ് സൈഡ് ചേർത്തിട്ടാണ് എടുക്കുന്നത്. ഒരു സൈഡ് കറക്റ്റായിട്ട് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ വണ്ടി പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. സ്റ്റിയറിങ് റൈറ്റിലേക്ക് ഫുള്ളായിട്ട് തിരിച്ചിട്ട് എടുക്കാനാണ് ഇനി പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടില്ലേ? കൃത്യമായിട്ട് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും മുട്ടി പോകരുത്. ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കി നിങ്ങൾ ആ പടിയുടെ കോർണറുമായിട്ട് ടയറിനൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ വണ്ടിയുടെ ബാക്കിലെ ലെഫ്റ്റ് കോർണർ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇവിടെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം എടുക്കേണ്ടത്. കിണറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടില്ലേ? ഈ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് ലെഫ്റ്റ് മിററിലൂടെ നമ്മൾ കാണണം. കണ്ടിട്ട് പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചിട്ടാണുള്ളത്. ഈ ഒരു ഗ്യാപ്പിലേക്ക് വണ്ടി ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പോകുന്നു. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് കോർണർ തന്നെയാണ്. ഇവിടെ മുട്ടിപ്പോകാൻ വേണ്ടിയിട്ട് പാടില്ല. കണ്ടില്ലേ? ഇത് ശ്രദ്ധിച്ച് ഇതിനോട് അടുപ്പിച്ചെടുക്കുന്നു. വണ്ടിയുടെ ബാക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു.
ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിയേ, വണ്ടിയുടെ ടയർ കൃത്യമായിട്ട് ഇവിടുന്ന് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി വണ്ടി മുമ്പിലേക്കാണ് എടുക്കേണ്ടത്. മുൻപിലേക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് പോകണം. ഈ ഒരു സൈഡ് കൂടെ നിങ്ങൾ നോക്കുക, കറക്റ്റായിട്ടുണ്ട്. നോക്കിയേ, സൈഡൊന്നും എവിടെയും ടച്ചായിട്ടില്ല. കൃത്യമായിട്ട് നമുക്ക് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ഫസ്റ്റ് ഗിയർ ആക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് ഗിയർ ആക്കി ഹാഫ് ക്ലച്ചിൽ പതിയെ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കണം. ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടില്ലേ, കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത്? കൃത്യമായിട്ട് ലെഫ്റ്റിലേക്ക് ഫുൾ തിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ടേക്കിൽ നമുക്ക് എടുക്കാൻ കഴിയുമോ എന്ന് നോക്കണം വണ്ടി എടുക്കുന്ന സമയത്ത്. അഥവാ എടുക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്ന് റിവേഴ്സ് എടുക്കണം. ഇപ്പോൾ ഇതാ പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. മാക്സിമം നമുക്ക് എത്രയാണോ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്രയാണോ എടുക്കാൻ പറ്റുന്നു തോന്നുന്നത് അത്രയും എടുക്കുക. എന്നിട്ട് നിർത്തുക വണ്ടി. ഒറ്റ ടേക്കിൽ എന്തായാലും ഇവിടുന്ന് എടുക്കാൻ വേണ്ടി കഴിയില്ല. പിന്നീട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കണം. ഒറ്റ ടേക്കിന് എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി, അപ്പോൾ റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം? ഫുള്ളായിട്ട് വലത് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് റിവേഴ്സ് എടുക്കണം. വലത് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ റിവേഴ്സ് എടുക്കുകയാണ്. നോക്കി, പതിയെ റിവേഴ്സ് എടുക്കുന്നു. ആവശ്യത്തിന് മാത്രം റിവേഴ്സ് എടുത്താൽ മതി, ഒരുപാട് ദൂരം എടുക്കേണ്ട കാര്യമില്ല. മുമ്പിലൊരു ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. മുമ്പിലൊരു ക്ലിയറൻസ് ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ബാക്കോട്ടേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കി ഹാഫ് ക്ലച്ച് ആക്കി സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം? ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കാവുന്നതാണ്. നല്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കുക, പതിയെ എടുക്കുക, സ്പീഡ് കൂട്ടരുത്. പതിയെ കയറുന്നു, കണ്ടില്ലേ? പതിയെ കയറുന്നു. ഹാഫ് ക്ലച്ച് തന്നെ വണ്ടി മൂവ് ആവും. ഇവിടെയൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക. പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ട് പതിയെ മുന്നോട്ടേക്ക് പോവുക. കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് മുൻപിലേക്ക് എടുക്കാവുന്നതാണ്. ഇനിയും വണ്ടി പതിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും തിരക്ക് കാണിക്കരുത്. പതിയെ വണ്ടി മുമ്പിലേക്ക് എടുക്കുന്നു. മുമ്പിലേക്ക് എടുത്തിട്ട് ഇനി റോഡിലേക്ക് കയറുകയാണ് വേണ്ടത്. ഒരു ടീ റോഡാണിത്. അവിടെയും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കണ്ടില്ലേ? ഈ ഒരു കോർണർ നമ്മുടെ ഷോൾഡർ ലെവലിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കാം. ലെഫ്റ്റിലേക്കാണ് ടേൺ ചെയ്യേണ്ടെങ്കിൽ കൃത്യമായ ഇൻഡിക്കേറ്ററുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ടേൺ ചെയ്യാവുന്നതാണ്. നോക്കിയാൽ നിങ്ങൾ ഇതേപോലെ ടേൺ ചെയ്യാം. ടേൺ ചെയ്തതിന് ശേഷം ഇനി ബാക്കിലേക്ക് എടുക്കാനാണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറ്റണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞു. സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. നോക്കിയാൽ നിങ്ങൾ ടേൺ ചെയ്ത് മുമ്പോട്ടേക്ക് പോയി സ്റ്റിയറിംഗ് നല്ല രീതിയിൽ സ്റ്റഡിയാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത്. വീട്ടിലേക്ക് വീണ്ടും കയറ്റണം. ഇതധികം വണ്ടികളൊന്നും ഇല്ലാത്ത റോഡാണ്, കുറച്ച് ഉൾപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വണ്ടികൾ അധികം അങ്ങനെ വരില്ല. എന്നാലും നിങ്ങൾ വണ്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പതിയെ വണ്ടി റിവേഴ്സ് എടുക്കുന്നു. ഇനി വീണ്ടും ലെഫ്റ്റിലേക്ക് കയറ്റാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് മതിലുമായിട്ട് ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും അടുപ്പിച്ചെടുക്കരുത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ ലെവൽ കറക്റ്റായിട്ട് ഈ ഒരു പില്ലറിന് ലെവലാകുമ്പോൾ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കാവുന്നതാണ്. ഈ ഒരു ഗ്യാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ലെഫ്റ്റ് സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡ് ചേർത്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൃത്യമായിട്ട് ലെഫ്റ്റിലേക്ക് ഫുള്ളായിട്ട് തിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. പാരലലായി എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും ടയർ സ്ട്രെയിറ്റ് ചെയ്ത് പതിയെ മുന്നോട്ടേക്ക് എടുക്കാവുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ.